മഹാമാതാക്കളില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടായിത്തീരുന്നില്ല. മാതാവില്ലെങ്കിൽ കാളിദാസനില്ല, ഷേക്സ്പിയർ ഇല്ല, രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതകളില്ല, ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാലിന്റെ കാവ്യ തല്ലജങ്ങളില്ല, ബെഥോവന്റെ സംഗീത തന്ത്രികളില്ല. ബെഥോവന്റെ വിരലുകൾ ഏതൊക്കെ തന്ത്രികളിൽ തൊട്ടുവോ അപ്പോഴൊക്കെ ഇന്ദ്രജാലം മുഴങ്ങി. അതൊന്നുമില്ല. അമ്മയില്ലെങ്കിൽ നമ്മെ വേദനയിൽ മുക്കിപ്പോയ ബാലഭാസ്കറില്ല. കലാകാരന്മാരുടെ ശ്രേണീബദ്ധതയിൽ ഈ കേരളക്കരയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങേ തലയിൽ നാം ഒരു ബാലഭാസ്കറിനെ കണ്ടുമുട്ടുന്നു. ബാലഭാസ്കർ എന്ന പേര് വളരെ അപൂർവമായ പേരാണ്. ബാലചന്ദ്രൻ സാർവത്രികമായിട്ട് എല്ലാവർക്കുമുള്ള പേരാണ്. ബാലഭാസ്കർ അപൂർവമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ചെറുപ്പക്കാരന്, ഇത്ര വലിയൊരു കലാകാരന് ഈ പേരെങ്ങനെ കിട്ടി? അതിൻ്റെ കൂടെ വേറെ ഒന്നുകൂടി ചിന്തിക്കണം. ആ പേര് അന്വർത്ഥമാക്കിയിട്ടാണ് ഈ ചെറുപ്പക്കാരൻ മലയാളികളെ മുഴുവൻ ദുഃഖിപ്പിച്ച, വലിയ ആഘാതമേൽപ്പിച്ച, ഓരോ കുടുംബത്തിലും ഒരു ദുരന്തം സംഭവിച്ച പോലെ മലയാളികൾ തേങ്ങിക്കരഞ്ഞ, മനസ്സ് തേങ്ങിക്കരഞ്ഞ ആ ദുഃഖ സംഭവം ബാലു മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ 16 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള കുഞ്ഞും മരണപ്പെടുകയും ഭാര്യ വലിയ പരിക്ക് പറ്റി ആശുപത്രിയിൽ ഇപ്പോഴും കിടക്കുകയും ചെയ്യുന്ന ഒരു അപകടം ഓർത്തു പോകും. പക്ഷേ ബാലഭാസ്കർ, ഇളം സൂര്യൻ, ബാലസൂര്യൻ, സൂര്യൻ തിളക്കത്തിൽ, സൂര്യൻ ഉച്ചക്ക് മുമ്പേ വട പറഞ്ഞു പോയ സൂര്യനായി ബാലഭാസ്കർ മാറി. ഞാനിപ്പോൾ ഓർക്കാനുണ്ടായ കാരണം, സംസ്കൃതം പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു ബാലഭാസ്കറിന്റെ അമ്മ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അമ്മ. ആ അമ്മയാണ് മകന് ഈ പേരിടുന്നത്. അതുകൊണ്ട് നീ ഓർത്തോ, നിന്റെ പേരിൽ പോലും മാതാവും പിതാവിൻ്റെയും ഒരു മുദ്ര പതിഞ്ഞിട്ടുണ്ട്. ആ പേരെല്ലാവർക്കും നൽകാൻ കഴിയില്ല. ഞാൻ ആ പേര് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിനെ അത് വശീകരിച്ചിരുന്നു. ബാലഭാസ്കർ, ഇളം സൂര്യൻ, ബാലസൂര്യൻ, ഉദിച്ചുയരുന്ന സൂര്യൻ. ഞാൻ ചങ്കുവെട്ടിയിലെ അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. മധ്യാഹ്നത്തിലെത്തും മുമ്പേ മറഞ്ഞ സൂര്യൻ, അതായിരുന്നു ബാലഭാസ്കർ. പ്രശസ്തിയുടെ മധ്യാഹ്നത്തിലെത്തും മുമ്പ് ആ ചെറുപ്പക്കാരൻ വിട പറഞ്ഞു പോയി. പേര് ശരിക്കും അന്വർത്ഥമായി. അമ്മയിട്ട പേര് ശരിക്കും സാർത്ഥകമായി. സംസ്കൃതം പഠിപ്പിച്ച, സംസ്കൃതം അറിയുന്ന ഒരമ്മയാണ് ആ പേരിട്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ പേരിൽ നിന്റെ മാതാവും പിതാവുമുണ്ട്. നിന്റെ ചൂരിൽ നിന്റെ മാതാവും പിതാവുമുണ്ട്. നിന്റെ രക്തത്തിലുണ്ട്, നിന്റെ കരൾ തുടിപ്പിലുണ്ട്, നിന്റെ ഹൃദയ തന്ത്രികളിലുണ്ട്, നിന്റെ വിരൽത്തുമ്പിലുണ്ട്, നിന്റെ നാദധാരയിലുണ്ട്, നിന്റെ വചന കൗമുദിയിലുണ്ട്, നിന്റെ ശ്വാസത്തിലുണ്ട്, ഉച്ഛ്വാസത്തിലുണ്ട്, നിന്റെ കിനാക്കളിലുണ്ട്, നിന്റെ ആശയങ്ങളിലും ആശയപ്രകാശനങ്ങളിലുമുണ്ട്, നിന്റെ വ്യക്തിസത്തയിലുണ്ട്, നിന്റെ ആന്തരദീപ്തിയിലുണ്ട്. നീ തൊടുന്നതിലുണ്ട്, നീ കാണുന്നതിലുണ്ട്, നീ കേൾക്കുന്നതിലുണ്ട്. എല്ലാറ്റിലും മാതാവും പിതാവും നിറഞ്ഞു നിൽക്കുന്നു. അത് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ പൊരുളും ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ നിധിയുമായിരിക്കുന്നു. കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ ഹൃദ്രോഗത്തിന് ചികിത്സിക്കുന്ന പ്രഗത്ഭനായ ഒരു ഡോക്ടറുണ്ട്. ചെറുപ്പക്കാരനാണ്, വളരെയേറെ പ്രശസ്തനാണ്, ധാരാളം മെഡലുകൾ ലഭിച്ചിട്ടുള്ള. അടുത്ത കാലത്ത് ഏറ്റവും നല്ല ഡോക്ടർമാർക്കുള്ള കേരള സർക്കാരിന്റെ ബഹുമതിയിൽ വരെ അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി. അദ്ദേഹം എന്നോടൊരിക്കൽ ഒരു അത്ഭുതകരമായ സംഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു മകൻ ഹാർട്ട് അറ്റാക്കുമായിട്ട് തന്നെ സമീപിച്ചു. ഒരു ചെറുപ്പക്കാരൻ സമീപിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം വൈദ്യ പരിശോധനയ്ക്ക് മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ബ്ലോക്ക്, രക്തക്കുഴലുകളിൽ തടസ്സം, അതാണല്ലോ ബ്ലോക്ക് എന്ന് നാം പറയുന്നത്. ആ ബ്ലോക്ക് കണ്ടെത്തി. ഈ ഡോക്ടർ വളരെ പ്രഗത്ഭനായതുകൊണ്ട് കേസ് സ്റ്റഡി നിർവഹിച്ചു. അതിൻ്റെ ബാക്കിലേക്ക് പോയി പാരമ്പര്യത്തിൽ മറ്റാർക്കെങ്കിലും കാർഡിയാക്ക് പ്രശ്നം, ഹൃദ്രോഗമുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം അറിയണം, ആളുകൾ വിചാരിക്കുന്നതൊന്നും ശരിയല്ല. കൊളസ്ട്രോൾ ഉണ്ടായിട്ടാണ് ഹാർട്ട് അറ്റാക്ക് എന്നാണ് പല സാധുക്കളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നല്ല ഭക്ഷണം പലരും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. കൊളസ്ട്രോൾ ഈ ലോകത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള 10ഓളം കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് മാത്രം ആർക്കെങ്കിലും ഹൃദ്രോഗം ഉണ്ടാകണമെന്നില്ല. അതിനേക്കാൾ പ്രധാനം പാരമ്പര്യമാണ്. കൊളസ്ട്രോളിനേക്കാൾ പ്രധാനം ഹെറിഡിറ്ററിയാണ്. പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പാരമ്പര്യത്തിലുണ്ടോ? മാതാവിന് ഷുഗറുണ്ടോ? പിതാവിന് ഷുഗറുണ്ടോ? അവർക്ക് പോലും ഉണ്ടാകണമെന്നില്ല. മാതാവിൻ്റെ സഹോദരങ്ങളിൽ, പിതാവിൻ്റെ സഹോദരങ്ങളിൽ എന്താണ് അതിൽ നിന്ന് നീ പഠിക്കേണ്ട പാഠം? ഞാൻ നേരത്തെ പറഞ്ഞ പാഠമാണ്. നീ രക്തം ഊറ്റിക്കുടിച്ച് വളർന്നവനാണ്. നീ രക്തം ഊറ്റിക്കുടിച്ച് വളർന്നവളാണ്. നിന്റെ ബീജത്തിൽ മാതാവുണ്ട്, നിന്റെ ബീജത്തിൽ പിതാവുണ്ട്. നിനക്കൊരവസ്ഥയിലും അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിനെ തിരസ്കരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് കേസ് സ്റ്റഡി നടത്തിയപ്പോൾ തഹസീൻ ഡോക്ടർ കണ്ടെത്തിയ ഒരു സംഗതി, ഇതേ പ്രായത്തിൽ ഈ ചെറുപ്പക്കാരന്റെ പിതാവിന് ഇതേ പ്രായത്തിൽ ഇതേ സ്ഥലത്ത് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്കുമായി തന്നെ സമീപിച്ച രോഗിയെ പരിശോധിച്ച് പിറകിലേക്ക് പോയപ്പോ ഇതേ പ്രായത്തിൽ ഇതേ സ്ഥലത്ത് ഇതേ ഞരമ്പിൽ ഇദ്ദേഹത്തിന്റെ പിതാവിനും ഹാർട്ട് അറ്റാക്ക് വരികയുണ്ടായി. ആ ഡോക്ടർ ഞെട്ടും അല്ലേ? ഡോക്ടർ പക്ഷേ തൻ്റെ പിതാവിനെ ഓർത്തു പോകും, തൻ്റെ മാതാവിനെ ഓർത്തു പോകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നു. എന്നിട്ടും പലർക്കും മാതാപിതാക്കളെ ഓർക്കാൻ സാധിക്കുന്നില്ല. കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിൽക്കുമ്പോൾ ഞാൻ കൊല്ലത്ത് ഒരു വലിയ സ്കൂളിൽ പോയ ഒരു അനുഭവം ഈ പ്രബുദ്ധ സദസ്സുമായിട്ട്, ബഹുമാനപ്പെട്ട സദസ്സുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചു പോകുന്നു. വളരെ പ്രശസ്തമായൊരു സ്കൂളാണ്. ഒരു കൊല്ലത്തിൽ അവർ ഒരാളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും കുട്ടികൾക്ക് വേണ്ടി. കുട്ടികൾ വെറും പാഠപുസ്തകം കേട്ട് വളർന്നാൽ പോരെന്ന് വിശ്വസിക്കുന്ന ആ സ്കൂളിൻ്റെ അധികൃതർ, ആ സ്കൂളിൻ്റെ നടത്തിപ്പുകാർ, പാഠപുസ്തകങ്ങളിൽ നിന്ന് ജീവിതം പഠിക്കാൻ കഴിയില്ലെന്നും സമൂഹവുമായി വിദ്യാർത്ഥികൾ ഇടപഴകണമെന്നും അതിന് പ്രഗത്ഭരായിട്ടുള്ള, അതിന് യോഗ്യരായിട്ടുള്ള ആളുകളുമായി കുട്ടികളെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കണമെന്നും അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പലരെയും അവർ കൊണ്ടുവന്നു. APJ അബ്ദുൽ കലാമിനെ ഒരു വർഷം, നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതി ഒരു വർഷം, കേരളത്തിലെ പ്രശസ്തനായ അഭിനേതാവും കലാകാരനുമായിട്ടുള്ള മമ്മൂട്ടി. അങ്ങനെ ഓരോ വർഷം ഒരു പ്രഭാഷണം. 2-3 വർഷമായിട്ട് അവരെന്നെ ക്ഷണിച്ചിട്ട് ഈ കഴിഞ്ഞൊരു 3-4 മാസം മുമ്പാണ് എനിക്ക് അവർക്കൊരു തീയതി കൊടുക്കാൻ സാധിച്ചത്. ഞാൻ കൊല്ലത്ത് പോയി അവിടെ താമസിച്ചു, ആ സ്കൂളിൽ പോയി പ്രസംഗിച്ചു. സ്കൂൾ നടത്തിപ്പുകാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, സ്റ്റാഫിൽപ്പെട്ട വളരെ പ്രശസ്തനായ, പ്രഗത്ഭനായ, പ്രതിഭാശാലിയായ ഒരു ചെറുപ്പക്കാരനാണ് സ്വാഗത പ്രസംഗം നിർവഹിച്ചത്. വളരെ മനോഹരമായി ശുദ്ധമായ മലയാളത്തിൽ അന്ന് ആ സ്കൂളിൽ സ്വാഗത പ്രസംഗം ചെയ്ത ചെറുപ്പക്കാരൻ നടത്തിയ സംസാരവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും, എന്നോട് പോലും അദ്ദേഹം കാണിച്ച സ്നേഹവും, സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം ഈ വിനീതനെക്കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകളും ഒക്കെ തിരിച്ച് മടങ്ങി പോന്നിട്ടും ഞാൻ ഓർത്തു. സ്വാഭാവികം, സ്നേഹം എവിടെ കണ്ടാലും നമ്മളെയൊക്കെ അത് വശീകരിക്കും. ഇല്ലെന്ന് പറയാൻ എന്തിനു നിൽക്കണം? സ്നേഹത്താൽ വശീകരിക്കപ്പെടാത്തവൻ ആരാണ്? ബർട്ടൻഡ് റസൽ ആത്മകഥാപ്രധാനമായ ഒരു ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞു, 2-3 കാര്യങ്ങളാണ് എന്നെ എന്നും വശീകരിച്ചത്. വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന പുസ്തകം എഴുതിയ ബുദ്ധിജീവിയാണ് ബർട്ടൻഡ് റസൽ. ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല? 20-ാം നൂറ്റാണ്ടിനെ പിടിച്ചുലച്ച തത്വചിന്തകനാണ് റസൽ. വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല. അദ്ദേഹം എഴുതിയ അടുത്ത പുസ്തകം വൈ ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, ഞാൻ എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. നിരീശ്വരവാദിയായ, മതനിഷേധിയായ, ഒരു മതത്തിലും വിശ്വസിക്കാത്ത ബർട്ടൻഡ് റസൽ 20-ാം നൂറ്റാണ്ടിൽ ലോക മസ്തിഷ്കത്തെ പിടിച്ചുലക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും
ഇന്നത്തെ തലമുറക്ക് ഒരു പക്ഷേ അത്ര പരിചിതമല്ലായിരിക്കാം. പക്ഷെ ഞങ്ങളൊക്കെ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് ഇന്നും ചില ചെറുപ്പക്കാർക്ക് കേരളത്തിൽ റസ്സൽ എന്ന പേര് കാണാം. ഞാൻ എത്രയോ ചെറുപ്പക്കാരുടെ പേര് കേട്ടിട്ടുണ്ട്, റസ്സൽ. അത് ബെർട്ടന്റ് റസ്സലിൽ നിന്ന് അന്നത്തെ മലയാളികളായ മാതാപിതാക്കൾ കടം കൊണ്ടതാണ്. അത്രയേറെ മലയാളി സമൂഹത്തെയും സ്വാധീനിച്ച ബൗദ്ധികനാണ്, ധൈഷണികനാണ് ബെർട്ടന്റ് റസ്സൽ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രത്യേകതയുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹം ആരാണെന്ന് 2 വാക്കിൽ പറഞ്ഞു പോയത്. റസ്സൽ എഴുതുകയാണ്, 2-3 കാര്യങ്ങളാണ് എന്നെ എന്നും പ്രചോദിപ്പിച്ചത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന കോട്ടൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 1, ഞാൻ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു. സ്നേഹം എവിടെ കണ്ടാലും അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഒരു നിമിഷത്തെ സ്നേഹത്തിന് വേണ്ടി ഒരു ജീവിതം മുഴുവൻ കൊടുക്കാൻ ഞാൻ സന്നദ്ധനായി നിന്നു. സ്നേഹം എൻ്റെ ഏറ്റവും വലിയ ബലഹീനതയായി. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണിത് പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, രണ്ടാമതായിട്ട് എന്നെ ഏറ്റവും അധികം സ്വാധീനിക്കുകയുണ്ടായത്, എന്നെ ഏറ്റവും അധികം വശീകരിക്കുകയുണ്ടായത് അറിവിനോടുള്ള ദാഹമാണ്. ഞാനെല്ലാം അറിയാൻ കൊതിച്ചു. പ്രപഞ്ചത്തിന്റെ പൊരുളായിരിക്കുന്ന പിതഗോറിയൻ സിദ്ധാന്തങ്ങൾ പഠിക്കാൻ എൻ്റെ മനസ്സ് വളരെ വലിയ വെമ്പൽ കാട്ടി. മൂന്നാമതായി എന്നെ പ്രചോദിപ്പിച്ചത് കൊല്ലപ്പെടാൻ പോകുന്ന മനുഷ്യൻ, ആരെങ്കിലും അയാളെ കൊല്ലാൻ പോകുമ്പോൾ നിരപരാധിയായ മനുഷ്യൻ കൊലയാളി തോക്കിന്റെ കാഞ്ചി വലിക്കാൻ പോകുന്ന നേരത്ത് അയാൾ ഞരങ്ങിയും മൂളിയും പിറകോട്ടായുന്ന രംഗം എൻ്റെ മനസ്സിനെ എന്നും ദുഃഖിപ്പിച്ചു. കൊല്ലപ്പെടാനിരിക്കുന്ന മനുഷ്യന്റെ വേദനകളും അവന്റെ മനസ്സിന്റെ സംഘർഷങ്ങളും എൻ്റെ ഉറക്കം കെടുത്തി. ഒരവസരമുണ്ടെങ്കിൽ ഞാൻ ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മകഥാപ്രധാനമായ ഓട്ടോബയോഗ്രഫിക്കൽ ആർട്ടിക്കിൾ എന്ന് പറയാവുന്ന അതിപ്രശസ്തമായിട്ടുള്ള ഈ പ്രബന്ധം മഹാനായ ബെർട്ടന്റ്. എനിക്കും റസ്സലിനോട് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. നമുക്ക് വിയോജിപ്പുള്ളവരെ ഒന്നും നമ്മൾ ആദരിക്കാതിരിക്കണം എന്നില്ല. അഭിപ്രായ വ്യത്യാസം വേറെ, മനുഷ്യരോടുള്ള ബന്ധവും ബഹുമാനവും വേറെ. അഭിപ്രായ വ്യത്യാസം വേറെ, അറിവിനോടുള്ള ആദരം വേറെ. ബെർട്ടന്റ് റസ്സലിന്റെ ശാസ്ത്രബോധം, അദ്ദേഹത്തിന്റെ യുക്തിചിന്ത ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ആരും അതിൽ ആകൃഷ്ടനായി എന്ന് വരും. കൊല്ലത്തെ ചെറുപ്പക്കാരൻ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ 2-3 മാസക്കാലം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഏതാനും ദിവസം മുമ്പ് ആദ്യം സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു. പിന്നെ സ്കൂളിന്റെ ഉടമസ്ഥനായ മാനേജർ വിളിച്ചു. പിന്നെ ചില അധ്യാപക സുഹൃത്തുക്കൾ വിളിച്ചു. എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ്, ആ ചെറുപ്പക്കാരൻ ഇന്നലെ രാത്രി മരണപ്പെട്ടു, അല്ല ഇന്നലെ ഉച്ചക്ക് മരണപ്പെട്ടു. വളരെ ചെറുപ്പമാണ്, നല്ല സുമുഖനായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ. അത് കേട്ടപാടെ എൻ്റെ വല്ലാത്ത ഒരാഘാതം. എങ്ങനെയായിരുന്നു മരണം ഞാൻ ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ പോയി നോക്കുമ്പോൾ 2 കൈയും ഇങ്ങനെ തലക്ക് വെച്ച് കിടക്കുന്നതായിട്ട് കണ്ടു. ധാരാളം അധ്വാനിക്കുന്ന ചെറുപ്പക്കാരനാണ്, രാപ്പകൽ ഓടി നടക്കുന്ന ആളാണ്, സ്കൂളിന്റെ ജീവനാഡിയാണ്. അതുകൊണ്ട് തളർന്നുറങ്ങുന്നതായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. കുറെ നേരം ഇങ്ങനെ തുടർന്നപ്പോൾ ആരോ പോയി തട്ടി വിളിച്ചപ്പോൾ ഉണരുന്നില്ല, ആള് മരണപ്പെട്ടിരുന്നു. പിന്നെ ഇവരൊക്കെ ആ ചെറുപ്പക്കാരന്റെ കഥകൾ എന്നോട് പറയാൻ തുടങ്ങി. എന്തൊക്കെ കഥകളാണ് അവർ പറയുന്നത്? വിചിത്രമായ കഥകൾ. ഈ ചെറുപ്പക്കാരന്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചതാണ്. അമ്മയടക്കം പോറ്റിയത് ഈ ചെറുപ്പക്കാരനാണ്. ട്യൂഷൻ എടുത്ത് സമ്പാദിച്ച ചില്ലറ നാണയങ്ങളെ കൊണ്ട് അമ്മയെ പോറ്റി. വിവാഹം ചെയ്തു, മക്കളുണ്ടായി, മക്കളെ നന്നായിട്ട് വളർത്തി. ഇന്ന് അവന്റെ മകന് 3 വയസ്സാണ്. അടുത്ത വാക്ക് പറയാനാണ് ഞാൻ കൊല്ലത്തെ സ്കൂളിന്റെ കഥ പറയുന്നത്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഇവനും 3 വയസ്സാണ്. ഇത് പറയാനാണ് ഞാൻ കൊല്ലത്തെ സ്കൂളിന്റെ കഥ പറഞ്ഞത്. ഇവന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഇവനും 3 വയസ്സാണ്. അച്ഛൻ മരിച്ചതും ഇതുപോലെ ഒരു ദിവസം ആകസ്മികമായി പെട്ടെന്ന് ഹൃദ്രോഗബാധയുണ്ടായിട്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തു മറുപടി പറയും? ഏത് സ്കെയിൽ കൊണ്ട് നീ അളക്കും?
ഏത് മാപിനി കൊണ്ട് നീ തിട്ടപ്പെടുത്തും? ഏത് മാനദണ്ഡത്തെ നീ സ്വീകരിക്കും? സഹോദര, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ചില കടലുകളുണ്ട്. അതിലേറ്റവും വലിയൊരു കടലാണ് അമ്മ, മാതാവും പിതാവും. അവരെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത് അളന്നാലും ഒരളത്തത്തിനും വിധേയമാകാത്ത ഏറ്റവും വലിയ ആഴമുള്ള പരപ്പുള്ള കടലാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ആ കടലിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഗർഭപാത്രത്തെ കാണാൻ കഴിയാത്തവരോട് ഞാൻ ചോദിക്കുന്നു, ഗർഭപാത്രത്തിൽ നിന്ന് കേബിൾ വയറിട്ട്, അമ്മയുടെ ദേഹത്തിൽ നിന്ന് കേബിൾ വയറിട്ട്, അതിൽ നിന്നാണ് ഞാൻ ഈ മറ്റു വിഷയങ്ങളിലേക്ക് പോയത്. ആ കേബിൾ വയറിട്ട് നിന്റെ മാറത്തോട് ദൈവം ഘടിപ്പിച്ചതും, ആ ഘടിപ്പിച്ച വയറ്, ആ കേബിൾ വയറ്, പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ കാണാൻ ചന്തമുണ്ടാകും. കുഞ്ഞിന്റെ വയറ്റത്തെ പൊക്കിൾ നാര് കാണാൻ അത്ര ചന്തമുണ്ടാവുകയില്ല. ചോര ഇങ്ങനെ ഒഴുകുന്ന, മാതാവിൻ്റെ ദേഹത്തെ രക്തം ഇങ്ങനെ ഒഴുകുന്ന ആ പൊക്കിൾ നാര്, അത് കാണുമ്പോൾ ചിലപ്പോൾ അത്ര സുഖകരമായി തോന്നണം എന്നില്ല. മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ചൂടോടെ വന്നവനാണ്. ആ കാണാൻ അത്ര അഴകില്ലാത്ത കേബിൾ വയറ്, ആ പൊക്കിൾ നാര്, പൊക്കിൾ കൊടി, അത് നിന്നോട് പറയുന്ന 100 കഥകളുണ്ട്. അറിയുമോ, ഈ രക്തം നിന്റെ മാതാവിൻ്റെ രക്തമാണ്. ആ മാതാവിൻ്റെ രക്തത്തോടാണ് നീ ചേർന്ന് കിടന്നത്. ആ രക്തത്തിൽ നിന്നാണ് നിന്റെ പ്രാണൻ പെടഞ്ഞത്, നീ ശ്വസിച്ചത്, നീ ആഹരിച്ചത്. ഇന്നും നമ്മുടെ മാറത്ത് ആ അടയാളമുണ്ട്, മാറത്ത് ആ അടയാളമുണ്ട്. കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ കിടന്ന് മരിച്ച MLA-മാരുണ്ട്. കേരളത്തിൽ വൃദ്ധസദനത്തിൽ കിടന്ന് മരിച്ച മുൻ MLA-മാരുണ്ട്. മക്കൾ നോക്കിയില്ല. കേരളത്തിൽ വൃദ്ധസദനങ്ങളിൽ വെച്ച് മരണപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. മക്കൾ തിരിഞ്ഞു നോക്കിയില്ല. കേരളത്തിൽ വൃദ്ധസദനത്തിൽ വെച്ച് മരണപ്പെട്ട വലിയ സിനിമാ നടന്മാരും നടികളുമുണ്ട്. മലയാള ചലച്ചിത്രത്തിലെ വളരെ പ്രശസ്തയായ ഒരു നടി, പ്രേം നസീറിനെ പോലുള്ള അതുല്യ കലാകാരന്മാർക്കൊപ്പം അഭിനയിച്ച ഒരു നടി കോഴിക്കോട്ട് അടുത്ത കാലത്ത് വൃദ്ധസദനത്തിലായിരുന്നു മരിക്കുന്നവരെ പാർത്തത്. ഞാനിപ്പോൾ അറിയുന്ന ചില കഥകളുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ജീവിച്ചിരിക്കുന്ന പഴയ കാലത്തെ കലാകാരന്മാരും കലാകാരികളും മക്കൾ നോക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേർ, പഴയ തലമുറയിൽപ്പെട്ടവർ എൻ്റെ അറിവിൽ ഇപ്പോഴുണ്ട്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾ നോക്കുന്നില്ല, ചിലപ്പോഴൊക്കെ വേറെ എവിടെങ്കിലും പോയി പാർക്കും. എത്രയോ തലമുറകളെ ആവേശം കൊള്ളിച്ചവരാണവർ. അവരുടെ നാദധാര കൊണ്ടോ അവരുടെ അഭിനയ കലയുടെ മാസ്മരികത കൊണ്ടോ തലമുറകളുടെ ഹൃദയം കവർന്നവർ ഒക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ, മക്കൾ പരിരക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ സ്ഥിതി വളരെ ഗുരുതരമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ നേരത്തെ കോടതിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കോടതികളിൽ ചില കേസുകൾ എത്തുന്നു. ആ കേസുകളിൽ അധികവും മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ സദസ്സിലെത്തിയിട്ടുള്ള എൻ്റെ ബഹുമാനപ്പെട്ട മാതാപിതാക്കളോട് ഒരു കാര്യം പറയുന്നു. നിങ്ങളാരും ചെറുപ്പത്തിൽ മക്കൾക്ക് സ്വത്തെഴുതി കൊടുക്കരുത്. അതൊന്ന് പച്ചക്ക് പറയണം. എത്ര സ്നേഹമുള്ള മക്കളാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളാരും നിങ്ങളുടെ അധികാരം കൈവിട്ട് കൊടുക്കരുത്. ഒരാധാരത്തിലും ഒപ്പിടരുത്. ഈ വയോമിത്രം പദ്ധതിയിൽ വെച്ച് നിയമത്തിൻ്റെ ഭാഷയിൽ മാതാപിതാക്കളോട് എന്തെങ്കിലും പറയേണ്ട ബാധ്യത എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്കുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇതാണ്. നിങ്ങളുടെ കയ്യിൽ സ്വത്തുള്ള കാലത്തോളം അത്രയെങ്കിലും മക്കൾക്ക് തോന്നും, ഒരു പിടുത്തമുണ്ട് ഉപ്പയുടെ കയ്യിൽ, ഒരു പിടുത്തമുണ്ട് അച്ഛൻ്റെ കയ്യിൽ, ഒരു പിടുത്തമുണ്ട് അമ്മയുടെ കയ്യിൽ, ഒരു പിടുത്തം ഉമ്മയുടെ കയ്യിലുണ്ട്. വിട്ടുകൊടുക്കുന്നതോടെ അവരുടെ സ്വഭാവം മാറുന്നതാണ്. എല്ലാവരെ കുറിച്ചുമല്ല ഈ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും നമ്മുടെ കാര്യം ഇങ്ങനെയല്ലല്ലോ എന്ന്. നമ്മുടെ കാര്യം ഇങ്ങനെയല്ലെന്ന് കരുതി മറ്റുള്ളവരുടെ കാര്യങ്ങളെ കേൾക്കുമ്പോഴും അത് മനസ്സിലാക്കുമ്പോഴും അതിനെ വേറിട്ട് കാണാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ ദുരന്തങ്ങൾ അവനവൻ്റെ ദുരന്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മനുഷ്യത്വം.
അതാണ് ജനാധിപത്യം, അതാണ് സമത്വ ഭാവന, അതാണ് പുരോഗമന ചിന്ത, അതാണ് നാം ഏറ്റവും അധികം ഈ ലോകത്ത് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യബന്ധത്തിൽ, സ്നേഹത്തിൽ, കാരുണ്യത്തിൽ ഉണ്ടായിരിക്കേണ്ട വികാരം. അതുകൊണ്ട് ഞാൻ പാർലമെന്റ് അംഗമായിരുന്ന കാലത്താണ് മാതാപിതാക്കൾക്ക് സ്വത്തവകാശം മക്കൾക്ക് എഴുതി കൊടുത്താൽ അത് പിന്നെ മക്കൾ നോക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന ചർച്ച ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഞാൻ അംഗമായിരുന്ന കാലത്ത് പാസ്സാക്കപ്പെടാത്ത ഒരു നിയമം പിൽക്കാലത്ത് എൻ്റെ ആ കാലത്ത് പെട്ടവർ പിരിഞ്ഞ ശേഷം ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കി. ആ നിയമം വളരെ സുശക്തമാണ്, പ്രബലമാണ്. എന്താണ് ആ നിയമം? നല്ല കാലത്ത് മാതാപിതാക്കൾ മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളെ മക്കൾ നോക്കുന്നില്ലെങ്കിൽ സ്വത്ത് തിരിച്ചെടുക്കാൻ മാതാപിതാക്കൾക്ക് ഇന്ത്യയുടെ പാർലമെന്റ് അധികാരവും അവകാശവും നൽകിയിരിക്കുന്നു. അത് ചില്ലറ നിയമമല്ല. ഒരുപക്ഷെ അടുത്ത കാലത്ത് ഈ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ നിയമനിർമ്മാണമാണത്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട നിയമനിർമ്മാണമാണത്. അത് പ്രചരിപ്പിക്കണം. എത്രയോ സാധുക്കളായ മാതാപിതാക്കൾ ഇപ്പോഴും, ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു സംഭവം പറയാം. കുറച്ച് സ്വത്തുണ്ട് അച്ഛന്. അച്ഛൻ മക്കൾക്ക് സ്വത്തോഹരി വെച്ചു കൊടുത്തു. ആദ്യം മകൻ ഉള്ള സ്ഥലം വളച്ചു കെട്ടി ഒരു വീട് കെട്ടി, മൂത്ത മകൻ. പിന്നെ ഓരോരുത്തരായിട്ട് വീട് കെട്ടാൻ തുടങ്ങി. ഇളയ മകന് തറവാടും കിട്ടണം, അച്ഛനും അമ്മയും പാർക്കുന്ന സ്ഥലം. അച്ഛനും അമ്മയും എവിടെ പോകണം? ഇവർ കൊണ്ടുപോയി പാർപ്പിക്കുമോ? ഇവർ പാർപ്പിക്കില്ല. ഇവർക്ക് ഭാര്യയോടൊപ്പമുള്ള ജീവിതത്തിൽ, കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ, ടെലിവിഷൻ കണ്ടും സീരിയൽ കണ്ടും ഇന്റർനെറ്റിൽ പോയിട്ട് ആസ്വദിച്ചും ഇവർ ജീവിക്കുന്ന ജീവിതത്തിനിടയിൽ തന്തയും തള്ളയും ശല്യമാണ്. അവർ വീട്ടിലുണ്ടാകുന്നത് ഉപദ്രവമാണ്. അവരൊന്ന് പോയി കിട്ടിയാൽ ആശ്വാസമാണ്. അങ്ങനെ കരുതുന്നവർക്കിടയിൽ അവസാനം തറവാടെന്ന് പറയുന്ന വീട്ടിലേക്ക് ഇളയ മകനും കയ്യേറ്റം ആരംഭിച്ചു. അച്ഛനും അമ്മയും വഴിയാധാരമായ കഥയാണ്. കോടതിയിലെത്തിയ മറ്റൊരു കേസ് ഞാൻ നിങ്ങളോട് പറയാം. ആ കേസിന്റെ വിചാരണയുടെ വേളയിൽ അവിടെ ഒരു മാതാപിതാക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കോടതിയിലുണ്ട്. ആ ചെറുപ്പക്കാരൻ മക്കളെ കൂട്ടി എങ്ങനെയെങ്കിലും മാതാപിതാക്കളുമായി നല്ല നിലയിൽ വർത്തിക്കാൻ അവർക്ക് ഉപദേശം നൽകാൻ ശ്രമിച്ചു. മകനെ കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്. അവരെ നോക്കണമെന്നാണ് പറയുന്നത്, പ്രധാനമായിട്ട് അമ്മയെ. അപ്പോൾ മകൻ, ഈ സുഹൃത്ത് എഴുതിയിരിക്കുകയാണ് ഒരു ലേഖനത്തിൽ, മകൻ മിണ്ടാതെ നിന്നു. അവൻ്റെ ഭാര്യ കലഹമുണ്ടാക്കാൻ തുടങ്ങി. അവൻ്റെ ഭാര്യ രംഗമേറ്റെടുത്തു. അയാൾ ഇങ്ങനെ ഒരു ജീവച്ഛവം പോലെ അയാൾ നിന്നു. ആര്? അമ്മയുടെ മകൻ. അവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇളകി വശായി പറയാൻ തുടങ്ങി. അവൾ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിലൊക്കെ മാതാക്കൾ പാർക്കുന്നത് പെൺമക്കളുടെ വീട്ടിലാണ്, എന്തുകൊണ്ട് ഇവർക്ക് മകന്റെ വീട്ടിൽ തന്നെ പാർക്കണമെന്ന് ഇത്ര വാശി? ഇവർക്ക് പെൺമക്കളുടെ വീട്ടിൽ പാർത്തുകൂടെ? അങ്ങനെ പറഞ്ഞ് രംഗം വളരെ വഷളായി. ഒരു നിലയിലും ഈ സ്ത്രീ ഭർത്താവിൻ്റെ അച്ഛനെ വീട്ടിൽ പൊറുപ്പിക്കാൻ തയ്യാറല്ല. ഇയാളാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല തൻ്റെ പിതാവിന് വേണ്ടി, മാതാവിന് വേണ്ടി. മാതാവിനെ ഒരു നിലയിലും കൊണ്ടുപോകാൻ തയ്യാറല്ല. എവിടെയെങ്കിലും പോയി പാർത്തുകൊള്ളട്ടെ. അവസാനം ഈ മനുഷ്യനൊരു മധ്യസ്ഥം എന്ന നിലയിൽ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ കുറേ മുറികളില്ലേ? വീട്ടിൻ്റെ തട്ടിൽ മുറികളില്ലേ? താഴെ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാതെ അമ്മ മുകളിലെ തട്ടിൽ പാർത്തുകൊള്ളും. ഒരു മുറി അമ്മക്ക് കൊടുത്തുകൂടെ? ഒരുപാട് മുറികളുള്ള നിങ്ങളുടെ വീട്ടിൽ, 2-3 നിലകളുള്ള വീട്ടിൽ ഒരു മുറി അമ്മക്ക് കൊടുത്തുകൊള്ളൂ. ടോയ്ലറ്റ് സൗകര്യം അവിടെ ഏർപ്പാടാക്കിയാൽ മതി. അമ്മ പുറത്തിറങ്ങി വരില്ല. അപ്പോഴും ഈ മകൻ മിണ്ടാതെ നിന്നു. മരുമകൾ വീണ്ടും സംസാരം തുടങ്ങി. മരുമകൾ പറഞ്ഞു, എൻ്റെ ഒരു മകൻ 10ാം ക്ലാസ്സിലും മകൾ 12ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഈ മാതാവ്, ഭർത്താവിൻ്റെ മാതാവ് അവിടെ എത്തിയാൽ ഉപദ്രവമാകും, ശല്യമാകും, കുട്ടികളെ കൊഞ്ചിച്ച് വഷളാക്കും. അമ്മയും മുത്തശ്ശിയും പേരക്കുട്ടികളെ വളർന്ന ഒരു പാരമ്പര്യമാണ് മലയാളക്കരയുടെ പാരമ്പര്യം, ലോകത്തേത് സംസ്കാരത്തിൻ്റെയും പാരമ്പര്യം.
മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ എവിടെ എത്തി? കിഴുക്കാൻ തൂക്കായി, എല്ലാം വിപരീതമായി. കൊഞ്ചിച്ച് വഷളാക്കും. മരുമകൾ പറയുകയാണ്, ഭർത്താവിൻ്റെ അമ്മ എൻ്റെ മക്കളെ കൊഞ്ചിച്ച് വഷളാക്കും. കൂട്ടത്തിൽ പറയട്ടെ, അമ്മേ, SSLC പരീക്ഷ കഴിയുന്നവരെ അമ്മ ഒന്ന് മാറിപ്പാർക്കുമോ എന്ന് ചോദിക്കുന്ന മക്കളുടെ നാടാണ് ഇന്ന് കേരളം. പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ തിരിച്ചു കൊണ്ടുവന്നുകൊള്ളാം, അമ്മ ഒന്ന് മാറിപ്പാർത്താൽ മതി. അമ്മയുടെ ഈ ഞരക്കവും മൂളക്കവും മോൾക്ക് ശല്യമാവും. അവൾ ഉറക്കമിളച്ച് രാത്രി പഠിക്കുകയാണ്. അമ്മയുടെ ഞരക്കവും മൂളക്കവും അവൾക്ക് ശല്യമാകും. മുമ്പൊരു മകനുണ്ടായി. ആ മകൻ ലോകത്ത് വലിയ ജ്ഞാനിയായി. ആ മകനെ പെറ്റ നാടാണ് കേരളം. കേരളത്തിൽ ജയിച്ച് ഭാരതത്തെ ജയിച്ച ശ്രീ ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യർ വളരെ കുറഞ്ഞ ആയുസ്സേ ജീവിച്ചിരുന്നുള്ളൂ. ഞാൻ ഒരിക്കൽ ഡോക്ടർ കരൺ സിംഗിനെ, കശ്മീർ രാജാവിൻ്റെ മകനും മുൻ കേന്ദ്രമന്ത്രിയുമായ മഹാപണ്ഡിതനായ വേദവ്യാഖ്യാതാവായ ഡോക്ടർ കരൺ സിംഗിനെ കോഴിക്കോട്ട് അല്ലാമ ഇക്ബാലിനെ പറ്റി ഒരു പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചു. എനിക്ക് മറക്കാൻ സാധിക്കില്ല. അന്ന് ഡോക്ടർ കരൺ സിംഗ് എന്നോടൊരു ഉപാധി വെച്ചു, സമദാനി സാഹിബ്, ഞാൻ ഇക്ബാലിനെ കുറിച്ച് അവിടെ വന്ന് പ്രസംഗിക്കാം. ഇക്ബാലും കശ്മീരിയായിരുന്നു. കരൺ സിംഗ് കശ്മീരിയാണ്, കശ്മീർ രാജാവിൻ്റെ മകനാണ്. പക്ഷേ എനിക്ക് ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനത്ത് പോയി അമ്പലത്തിൽ തൊഴണം. അതിന് നിങ്ങൾ സൗകര്യം ചെയ്യുമോ? അദ്ദേഹം കോഴിക്കോട്ട് വന്ന് ഇക്ബാലിനെ കുറിച്ച് പ്രസംഗിച്ചു. അന്ന് തന്നെ ഞങ്ങൾ ആലുവയിൽ പോയി അവിടെ താമസിച്ചു. നേരം പുലരുമ്പോൾ ഡോക്ടർ കരൺ സിംഗ് എഴുന്നേറ്റ് കുളിച്ച് ശ്രീ ശങ്കരാചാര്യരുടെ ക്ഷേത്രത്തിൽ മാത്രമല്ല, ശങ്കരാചാര്യരുടെ അമ്മ ആര്യാംബ, അവരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കൗതുകത്തോടെ ഡോക്ടർ കരൺ സിംഗ് സഞ്ചരിച്ചതും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചതും ഞാൻ ഓർക്കുന്നു. ഞാൻ MA പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ചുമരിൽ ചില കവിതകൾ എഴുതി വെക്കുന്ന പതിവ് എനിക്കുണ്ടായിരുന്നു. അതിൽ ഒരു കവിത അഥവാ ഒരു ശ്ലോകം ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകമായിരുന്നു. ഞാൻ BA പഠിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ മരിക്കുന്നത്. MA പഠിക്കുമ്പോഴും ആ ശ്ലോകം എൻ്റെ ചുമരിലുണ്ടായിരുന്നു. അഥവാ എൻ്റെ ചുമരിലുണ്ടായിരുന്നു. ഫറൂഖ് കോളേജിലെ ALM ഹോസ്റ്റലിലെ 31ാമത്തെ നമ്പർ മുറിയിൽ ആ ശ്ലോകം ഇതായിരുന്നു: നൈരുച്യം തനു ശോഷണം മലമയീ ശയ്യാച്ച സാംവത്സരി. വളരെ കുറഞ്ഞ ആയുസ് മാത്രം ജീവിച്ചിരുന്ന ശ്രീശങ്കരൻ അമ്മയുടെ അന്ത്യവേളയിൽ അമ്മയെ കാണാൻ കാലടിയിൽ തിരിച്ചെത്തുന്നു. ആലുവാക്കടുത്തുള്ള കാലടിയിൽ. അമ്മ കണ്ണടക്കുമ്പോഴാണ് മകൻ്റെ വരവ്. എൻ്റെ ഉമ്മ മരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. മരിച്ചതല്ല, മരിച്ചുകൊണ്ടിരുന്നത്. അതൊരു ചെറിയ പെരുന്നാൾ ദിവസമായിരുന്നു. ഈദുൽ ഫിത്ർ, പെരുന്നാളിൻ്റെ ഒരുക്കം, പടക്കം പൊട്ടുന്ന ശബ്ദം, കുട്ടികളുടെ നല്ല പുതിയ പൂമ്പാറ്റകളെപ്പോലെ വസ്ത്രമണിഞ്ഞുകൊണ്ട് കുട്ടികൾ ഓടി നടക്കുന്ന രംഗം, മസ്ജിദിൽ നിന്ന് മുഴങ്ങുന്ന തക്ബീർ വിളികൾ, എൻ്റെ ഉമ്മയുടെ നിസ്സഹായത, ശ്വാസം മുട്ടൽ രോഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീർപ്പയക്കാൻ കഴിയാതെ ഉമ്മ തലയിണയിൽ ചാരിക്കിടക്കുന്നതും പിന്നെ കുറച്ച് കഴിഞ്ഞ് ചുരുണ്ട് കിടക്കുന്നതും പെരുന്നാളിൻ്റെ ദിവസം ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് ഓരോ പെരുന്നാൾ വരുമ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ദുഃഖിച്ചിരിക്കാറുണ്ട്. ഒരുപക്ഷെ എൻ്റെ കുട്ടികൾക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല, എൻ്റെ വീട്ടുകാർക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ലോകത്തെല്ലാവരും പെരുന്നാളിൻ്റെ ആഘോഷത്തിൽ ലയിക്കുമ്പോൾ 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ വരുമ്പോൾ വീടുകളിൽ വിഭവങ്ങൾ ഉണ്ടാക്കി വിരുന്നുകാരെ സ്വീകരിക്കാനും ബന്ധുക്കളോട് അടുത്തേക്ക് അങ്ങോട്ട് പോകാനും പെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ആളുകൾ ഒരുങ്ങുമ്പോഴും കുട്ടികൾ ഉല്ലസിക്കുമ്പോഴും ഞാൻ എൻ്റെ ഉമ്മയെ ഓർത്ത് ഒറ്റയ്ക്കിരിക്കും. അമ്മ പ്രസംഗത്തെപ്പറ്റി പലരും എന്നോട് വളരെ വികാരഭരിതരായി സംസാരിക്കാറുണ്ട്. എത്ര ആളുകൾ പറയാൻ സാധിക്കില്ല. ഈ അടുത്ത ദിവസം എന്നെ മലയാളത്തിൻ്റെ സിനിമാ സംവിധായകൻ രഞ്ജിത്ത് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഉച്ചക്ക് ഊണ് കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ എന്നെ ഒരു ടെലിഫോൺ കൊണ്ടുവന്ന് നിങ്ങളുടെ അമ്മ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേൾപ്പിച്ചു.
ഞാൻ കരഞ്ഞുപോയി. അതുപോലെ എത്രയോ ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് ചെമ്പഴന്തിയിൽ, ശ്രീനാരായണ ഗുരു ജനിച്ച ചെമ്പഴന്തിയിൽ നിന്ന് ഒരു പ്രൊഫസർ എന്നെ വിളിച്ചു.